ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. ഒരു ക്രിസ്പി സമൂസ റോളാണ് കേട്ടോ. സമൂസ ഷീറ്റും കുറച്ച് ഫില്ലിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മസാല നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ചിക്കനിലോ മട്ടനിലോ ബീഫിലോ ഒക്കെ ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഓരോരുത്തർ ഇഷ്ടം പോലെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ഇനി ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് തന്നെ മുളക് ചേർക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ ഒരുപാട് കൂടി പോരുത്. വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇനി ഞാൻ വലിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഉപ്പ് മാത്രമേ ഇട്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ, വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരുപാട് സ്പൈസി അല്ല കേട്ടോ. സ്പൈസി ആക്കണം എന്നുള്ളവർക്ക് സ്പൈസി ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്ററാണത്. ഒരു മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ട ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ആ റോളുകൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 20 റോള് അതിൽ കൂടുതലുണ്ടാവും. അപ്പം അതിന് ഇത്രയും മതി കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാലും ചേർത്തിട്ട് ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല, വെള്ളം ചേർത്താലും മതി. പാലുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കിയിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ. നമുക്ക് ആ റോളുകൾ ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. പാല് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു, വെള്ളമാണെങ്കിലും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ റസ്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ നമുക്ക് ഓരോ സമോസ ഷീറ്റുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിനെ വെച്ച് കൊടുക്കുക. ഈ ഫില്ലിങ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. മധുരത്തിൻ്റെ ആണെങ്കിൽ അതുപോലെ തേങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ. ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഉൾഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി ഈ ചുരുട്ടിയെടുത്ത് നമ്മൾ നേരത്തെ മുട്ടയും മൈദയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയെടുക്കുക കേട്ടോ. മുട്ട മാത്രം നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത്രയും നമ്മുടെ ആ ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ ഫില്ലിങ്
ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ റൊട്ടിപ്പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മുട്ട മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ മൈദയും കൂടെ മിക്സ് ചെയ്തതിൻ്റെ കാരണം നമ്മൾ ഈ റോളിൻ്റെ ആ ഒരു ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ട് സൈഡും ക്ലോസ് ആക്കുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് എല്ലാതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ഒരുപാടായി പോകണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കുക, എന്നിട്ട് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് മാറ്റി വെക്കുക. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സാധാരണ സമൂസ കഴിക്കുമ്പോഴേക്കാളും നല്ല ക്രിസ്പായിട്ടാണ് ഇത് ഉണ്ടാവുക, ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വളരെ ഈസിയാണ്. സമൂസ ഷീറ്റൊക്കെ ഉള്ള സമയത്ത് സമൂസ ഷീറ്റ് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡിമെയ്ഡ് ആണെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ല ചൂടായി കിടക്കുന്ന ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. വളരെ ഈസിയാണ് കേട്ടോ. സമൂസ ചുറ്റിയെടുക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെയാണ്. മുട്ടയുടെ ആ ഒരു മിക്സും ബ്രെഡ് ക്രംസും എക്സ്ട്രാ വേണമെന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസ റോളാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇറച്ചിയുടെ ഫില്ലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. പനീറിൻ്റെ മിക്സോ ഒക്കെ നമുക്കിത് ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ലിങ്ങിനൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ റെഡി ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റോളാണിത്. നല്ല ക്രഞ്ചി ഫീലാണിത്. കഴിക്കുന്ന സമയത്താണെങ്കിലും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു മുഴുവനായിട്ട് കോരി മാറ്റിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു ബ്രെഡ് ക്രംസ് കരിഞ്ഞതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.